കേരള രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനും വാക്ചാതുര്യം കൊണ്ട് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവുമായ പി.സി. ജോർജ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പാലാ, പൂഞ്ഞാർ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ UDF, LDF മുന്നണികളെ ഒരുപോലെ ചിന്തിപ്പിക്കുന്നതാണ്. മകൻ ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വവും കേരള കോൺഗ്രസിനെതിരെയുള്ള കടന്നാക്രമണവും പി.സി. ജോർജിന്റെ വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കേരളത്തിലെ മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ എന്നും നിർണായകമായ സ്വാധീനമുള്ള കുടുംബമാണ് പി.സി. ജോർജിന്റേത്. പൂഞ്ഞാറിൽ 7 തവണ MLA ആയിരുന്ന പി.സി. ജോർജ് ഇത്തവണ തന്റെ രാഷ്ട്രീയ പാരമ്പര്യം മകൻ ഷോൺ ജോർജിലൂടെ പാലാ മണ്ഡലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ കേരളത്തിലെ BJP രാഷ്ട്രീയത്തിലും പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കും. പാലാ മണ്ഡലത്തിൽ ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പ്രഖ്യാപനം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ കുറെ കാലമായി ഷോൺ ജോർജ് BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് NDA മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പി.സി. ജോർജിന്റെ അഭിപ്രായത്തിൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ പാലാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഈ പഞ്ചായത്തുകളിൽ തനിക്കുള്ള വ്യക്തിപരമായ സ്വാധീനം ഷോണിന്റെ വിജയത്തിന് അടിത്തറയാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ തന്റെ മകനെയും കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. മാണി സി കാപ്പനും ജോസ് കെ മാണിയും നേർക്കുനേർ നിൽക്കുന്ന പാലായിൽ ഷോൺ ജോർജ് കൂടി എത്തുന്നതോടെ മത്സരം അതിശക്തമായ തീവ്ര പോരാട്ടമായി മാറും. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ പാലായിൽ ഷോണിന് ലഭിക്കുന്ന ഓരോ വോട്ടും 2 മുന്നണികളുടെയും ഉറക്കം കെടുത്തും. കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയെ രാഷ്ട്രീയമായി തകർക്കുക എന്ന ലക്ഷ്യം പി.സി. ജോർജിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ കെട്ടിവെച്ച തുക പോലും കിട്ടില്ല എന്ന പരാമർശം ജോസിന്റെ രാഷ്ട്രീയ അടിത്തറ തകർന്നു എന്ന ജോർജിന്റെ വിലയിരുത്തലാണ് കാണിക്കുന്നത്. പാല എന്ന മാണിസാറിന്റെ തട്ടകത്തിൽ ജോസ് കെ മാണിക്ക് വലിയ സ്വീകാര്യത ഇല്ലെന്ന് വരുത്തി തീർക്കാനാണ് ജോർജ് ശ്രമിക്കുന്നത്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള തർക്കങ്ങളെ പരിഹസിച്ച ജോർജ് കേരള കോൺഗ്രസ് എന്ന പേരിൽ ഇന്ന് നിലനിൽക്കുന്ന ഗ്രൂപ്പുകളെ അപ്രസക്തമാണെന്നും അവ പിരിച്ചുവിടണമെന്നും ആഞ്ഞടിച്ചു. നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത നേതാക്കളാണ് ഇവരെന്ന കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. താൻ വീണ്ടും പൂഞ്ഞാറിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പി.സി. ജോർജ് നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ BJP പ്രവേശനത്തിന് ശേഷമുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു. മുൻപ് സ്വതന്ത്രനായി നിന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ പോലെയല്ല. ഇപ്പോൾ താൻ ഒരു കേഡർ പാർട്ടിയുടെ ഭാഗമാണെന്നും പാർട്ടി നേതൃത്വം എന്തു പറയുന്നുവോ അത് അനുസരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അച്ഛനും മകനും ഒരുമിച്ച് മത്സരിക്കണോ, മകൻ മത്സരിക്കുമ്പോൾ താൻ കൂടി മത്സരിക്കണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. എന്നാൽ ജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് തയ്യാറാകുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നു. 7 തവണ MLA ആയ തനിക്ക് അധികാരത്തെക്കാൾ ഉപരി BJPക്ക് നിയമസഭയിൽ ഒരു അംഗം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ പാലാ MLA മാണി സി കാപ്പനുമായി തനിക്ക് വ്യക്തിപരമായ സൗഹൃദമുണ്ടെന്ന് ജോർജ് സമ്മതിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി കാപ്പൻ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കണമായിരുന്നുവെന്ന വിമർശനവും അദ്ദേഹം ഉയർത്തുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ അദ്ദേഹത്തെ സഹായിച്ചുവെന്നും എന്നാൽ ഇത്തവണ തന്റെ മകൻ തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങുമെന്നും വ്യക്തമാക്കുന്നതിലൂടെ പഴയ സഹായങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. പി.സി. ജോർജിന്റെ ഈ നീക്കങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ BJPക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. പാലായിലും പൂഞ്ഞാറിലും ഷോൺ ജോർജും പി.സി. ജോർജും നടത്തുന്ന നീക്കങ്ങൾ വിജയിച്ചാൽ അത് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതും. കേരള കോൺഗ്രസുകാരുടെ കുത്തകയായിരുന്ന ഈ മേഖലയിൽ BJP വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റു മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാണ്. പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലുകൾ പാലാ മണ്ഡലത്തിലെ പോരാട്ടം ആവേശകരമാക്കുമെന്നതും ഉറപ്പാണ്. ജോസ് കെ മാണിയെ തകർക്കുമെന്ന പ്രഖ്യാപനവും ഷോൺ ജോർജിന്റെ താമര ചിഹ്നത്തിലുള്ള മത്സരവും BJPക്ക് കേരളത്തിൽ പുതിയൊരു മുഖം നൽകാനുള്ള ശ്രമമാണ്. പൂഞ്ഞാറിൽ പി.സി. ജോർജ് കൂടി സ്ഥാനാർത്ഥിയായാൽ അച്ഛനും മകനും ഒരുമിച്ച് നിയമസഭയിൽ എത്തുമോ എന്നതും വരും മാസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യമായിരിക്കും. കേരള കോൺഗ്രസുകാർക്ക് ഇനി പ്രസക്തി ഇല്ലെന്ന ജോർജിന്റെ പ്രസ്താവന വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. പാലാ മണ്ഡലത്തിൽ ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ രൂപപ്പെടുന്ന ത്രികോണ മത്സരം UDF, LDF മുന്നണികളുടെ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പാലായിലെ പരമ്പരാഗത UDF വോട്ടുകളിൽ വലിയൊരു ഭാഗം ക്രൈസ്തവ വോട്ടുകളാണ്. പി.സി. ജോർജിനും കുടുംബത്തിനും ക്രൈസ്തവ സഭകളുമായി സമുദായവുമായുമുള്ള അടുത്ത ബന്ധം മാണി സി കാപ്പന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കിയേക്കാം. UDF വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോയാൽ മാണി സി കാപ്പന്റെ ഭൂരിപക്ഷത്തെ നേരിട്ട് ബാധിക്കും. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. പി.സി. ജോർജ് ഉയർത്തുന്ന വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ കേരള കോൺഗ്രസ് എം പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിച്ചേക്കാം. മണ്ഡലത്തിലെ BJP വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും ഒപ്പം നിഷ്പക്ഷ വോട്ടുകൾ ഷോൺ ജോർജ് നേടുകയും ചെയ്താൽ LDFന് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നേക്കാം. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലത്തിൽ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. പൂഞ്ഞാറിലെ സ്വാധീന മേഖലകളിൽ നിന്ന് ഷോണിന് ലഭിക്കുന്ന അധിക വോട്ടുകൾ പാലായിലെ പതിവ് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ അട്ടിമറിക്കും. ചുരുക്കത്തിൽ ഇരു മുന്നണികളിലെയും അതൃപ്തിയിലുള്ള വോട്ടർമാരെ ആകർഷിക്കാൻ ഷോൺ ജോർജിന് സാധിച്ചാൽ പാല ഇത്തവണ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ചേക്കാം.